താമരക്കുളം വേടരപ്ലാവിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. റോഡുകൾ, അംഗനവാടി ശിലാസ്ഥാപനം, കുടിവെള്ള പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനമാണ് നടത്തിയത്. സ്കൂൾ, അസംബ്ലി ഹാൾ, ടോയ്ലറ്റ് കെട്ടിടം എന്നിവയുടെ ഉദ്ഘാടനവും നടത്തി. താമരക്കുളം വേടരപ്ലാവിലാണ് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. വേടരപ്ലാവ് പണയിൽ PMGSY റോഡിന്റെ ഉദ്ഘാടനം, 116 നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം, പരങ്കാംവിള മുക്കുഴി റോഡിന്റെ ഉദ്ഘാടനം, വേടരപ്ലാവ് LP സ്കൂൾ അസംബ്ലി ഹാളും ടോയ്ലറ്റ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം, വേടരപ്ലാവിലെ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം എന്നിവയാണ് നടന്നത്. വേടരപ്ലാവ് LP സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പരിപാടി. MP ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പരങ്കാംവിള മുക്കുഴി റോഡ് നിർമ്മിച്ചത്. തോട്ടത്ര ഭാഗം, പായിക്കാട്ട് ഭാഗം, തെക്കുടുക്കത്ത് ഭാഗം, കണ്ണമ്പള്ളിൽ ഭാഗം എന്നിവിടങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമെന്നോണമാണ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിക്കും തുടക്കം കുറിച്ചത്. 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വേടരപ്ലാവിൽ അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. പദ്ധതികളുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. ഈ വേടർപ്ലാവ് റോഡ് പണി പൂർത്തിയാകാത്തതിന്റെ പേരില് ഒരു 10,000 വോട്ടെങ്കിലും എനിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കിട്ടാതെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശരിയോ തെറ്റോന്ന് എനിക്ക്, കാരണം അത്രയ്ക്ക് ഭയാനകമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ റോഡ് കിടന്നത്. ഇത് ഞങ്ങളുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല. യഥാർത്ഥത്തിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാത്ര ചെയ്യാൻ ഉണ്ടായിരുന്ന റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ സ്വാഭാവികമായി പ്രതിഷേധിച്ചു. ഞങ്ങളെയൊക്കെ കണ്ടാൽ വലിച്ചു കീറുന്ന മട്ടിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് നാട്ടുകാരുണ്ട്. അത് ഒരിക്കലും നാട്ടുകാരെ ഞങ്ങൾ കുറ്റം പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഈ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ 60% ഫണ്ട് കേന്ദ്രം തരികയും 40% സംസ്ഥാനത്തിന് വീതം കൂടെ വെച്ചാണ് ഈ റോഡ് നിർമ്മാണം നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു അധ്യക്ഷത വഹിച്ചു. വളരെ അഭിമാനത്തോടെ പറയുകയാണ്, കുറെ അധികം കാര്യങ്ങൾ പഞ്ചായത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷം നമുക്ക് കുറെ അധികം അവാർഡുകളും പഞ്ചായത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയത് എതിനാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വിദ്യാഭ്യാസ രംഗത്തിന്, രണ്ടാമത് ആരോഗ്യ രംഗത്തിന്, മൂന്നാമത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് 5ാമത്തെ കുടിവെള്ള പദ്ധതിയാണ്. ഞങ്ങൾ ആദ്യം ഉദ്ഘാടനം ചെയ്തത് പ്രവർത്തനം നിലച്ചിരുന്ന പാലക്കൽ കുടിവെള്ള പദ്ധതിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. രജനി, വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ, PB ഹരികുമാർ, R. ദീപ, T. മന്മഥൻ, V. പ്രകാശ്, സീന K, ദീപ രവി, ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.